ഇരിട്ടി കീഴൂരിലാണ് ഇപ്പോഴുള്ളത്. എൻ്റെ കൂടെ കാണുന്നവർ നാഷണൽ പെർമിറ്റ് ലോറികളുടെ ഡ്രൈവർമാരാണ്. അതായത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉൽപാദനം ഭക്ഷ്യവസ്തുക്കളാവട്ടെ, നിർമ്മാണ സാമഗ്രികളാവട്ടെ, ഏതൊരു രംഗത്തും ഉൽപാദനം വളരെ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യവസ്തുക്കൾക്കും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ നിർമ്മാണ രംഗത്തെ സാധന സാമഗ്രികൾക്കും കേരളത്തിൻ്റെ എന്ത് മേഖലയിലായാലും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സാധനങ്ങൾ ഇവിടെ സമയാസമയം എത്തിക്കണമെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ലോറികളുടെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. ഈ ലോറികളുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, ഡ്രൈവർമാർ, അതല്ലെങ്കിൽ ലോറി ഉടമകൾ ഒരു പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഒരു 4-5 ദിവസത്തേക്ക് ഈ ലോറി സമരം നടന്നു കഴിഞ്ഞാൽ കേരളമാകെ വലിയ നിലയിൽ പ്രതിസന്ധിയിലേക്ക് പോകും, നിശ്ചലമാകും. എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയും ആശ്രയിക്കുന്നത് ഈ ലോറി സർവീസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്, അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവരുടെ സേവനം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. എന്നാൽ ഇതിനനുസരിച്ച് ഈ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ഈ ഡ്രൈവർമാരുൾപ്പെടെയുള്ള ലോറിയിലെ ജീവനക്കാർ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത്. കാരണം ഇന്ധന ചെലവ് കൂടുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ, വാടക വർധനവ് ഉണ്ടാകുന്നില്ല, കാലാതീതമായി കാലക്രമത്തിനനുസരിച്ച് വാടക ഇനത്തിൽ വർധനവ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പല നാടുകളിലേക്ക്, എന്ന് പറഞ്ഞാൽ തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ദിവസങ്ങളോളം ലോഡുമായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. അവരവിടെ അനുഭവിക്കുന്ന ദുരിതം എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ. നമ്മളാരും അറിയുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് ഈ തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുകയാണ്. അത് ഇവർ തന്നെ വിവരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ജലീലാണ്. ഇരിട്ടി സ്വദേശം പുന്നാട് സ്വദേശിയായ ജലീൽ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ്. മറ്റു ഡ്രൈവർമാരുണ്ട്. എന്താണ് നിലവിൽ നിങ്ങളുടെ ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്നവരാണ്, പല സംസ്ഥാനങ്ങളിൽ പോകുന്നവരാണ്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇപ്പം എന്താണ്? നമ്മുടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയാൻ, വണ്ടി ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങൾ ഉറക്കമെല്ലാം ഒഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, ഊണില്ല, ഉറക്കില്ല, അങ്ങനെ വന്ന് വണ്ടി എവിടെയെങ്കിലും ലോഡ് ഇറക്കാൻ വെച്ചാൽ, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വെച്ചാൽ അതിന് സമ്മതിക്കുന്നില്ല. എവിടെയും പാർക്കിംഗ് സൗകര്യം കിട്ടുന്നില്ല വണ്ടി വെക്കാൻ വേണ്ടി. രണ്ടാമത് നമ്മൾ ലോഡും കൊണ്ട് വന്നാൽ തന്നെ ഈ കടക്കാർ, ഈ ലോഡിൻ്റെ ആൾക്കാർ ഈ ലോഡ് ഇറക്കിത്തരാൻ ഒന്നിക്ക് വളരെ ലേറ്റ് ആവും. രാവിലെ എത്തിയ വണ്ടി വൈകുന്നേരം ആകുമ്പോൾ ഇറക്കി തരും, അല്ലെങ്കിൽ പിറ്റേന്ന് ആക്കി തരും. ഇവർ നമുക്ക് ആൾട്ടിങ് ആയെങ്കിൽ ഒരു ദിവസം ആൾട്ടൈന് 1000 രൂപ തരാം. ഈ 1000 രൂപ തരുന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ ചിലവാണ്. പക്ഷേ പണിക്കാർ, 2 പണിക്കാറും അവരെ ഫുഡ് കാര്യങ്ങളൊക്കെ കണക്കൂട്ടുമ്പോൾ അതിന് ഈ വാൾട്ടിങ് വാടക കിട്ടിയതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്കിത് വേണ്ടെന്ന് വെച്ചാൽ സർക്കാർ ഒരു മണിക്കൂർ നിശ്ചിതം വെച്ചിട്ട് ആ ലോഡ് ഇറക്കി തരേണ്ട സംവിധാനം ചെയ്തു തരാൻ വേണ്ടി പറയുക. അത് നമ്മുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലയിലെ ATCയുടെ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഇപ്പം സെക്രട്ടറിയുടെ സ്ഥലത്തില്ലാതുകൊണ്ടാണ് വരാഞ്ഞത്. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതെ. അപ്പോൾ പല ലോഡുകളും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വീട് വിട്ട് കുറേ ദിവസങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു തൊഴിൽ സാഹചര്യം കൂടിയാണ്. അവിടെ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രയാസം അത് എങ്ങനെയാണെന്ന് പലർക്കും ഇത് അറിയില്ല. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുക? കാരണം ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ പോയെടുത്ത് കിട്ടണമെന്നില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ വളരെ ദുരിതമാണ്. കാരണം ഓരോ സ്ഥലത്ത് വന്ന് നമ്മൾ വണ്ടി വെച്ചിട്ട് ഉറങ്ങുന്ന സ്ഥലത്തായാൽ പിന്നെ ഒരു വൃത്തിയില്ലാത്ത സ്ഥലമായിരിക്കും, ചളിയുമാരും, പിന്നെ കള്ളന്മാരുടെ ശല്യം, ഡീസൽ കക്കുക, ബാറ്ററി കക്കുക, മൊബൈൽ കട്ടുകൊണ്ട് പോവുക. എത്രയോ ഡ്രൈവർമാർ അങ്ങനെ കളവ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം നമ്മളൊരു പമ്പ് ആശ്രയിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഒരു വണ്ടിക്കുള്ള ഒരു പമ്പിൽ വെക്കാൻ വിടും, എല്ലാ വണ്ടികളും പമ്പിന് മുമ്പിൽ വെക്കാൻ വിടില്ലല്ലോ. അതുപോലെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഒരു 3-4 വണ്ടീൻ്റെ ബാറ്ററി കളവ് പോയിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ തന്നെ, ഇതൊരു വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പിന് തന്നെ 2-3 വണ്ടീൻ്റെ ബാറ്ററി കളവ് പോയിട്ടുണ്ട്. ഉളിയിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്, മട്ടന്നൂരിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്. കുറേ മട്ടന്നൂർ പോലീസ് പിടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ മട്ടന്നൂർ പോലീസ് കുറേ കാര്യങ്ങളൊക്കെ ബാറ്ററി പോയ നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ ഡീസൽ കത്തലാണ് മെയിൻ. ഡീസലെ കൂട്ടി കുത്തി പൊട്ടിക്കുക, പൈപ്പിട്ട് വലിക്കുക, കൊണ്ടുപോകുക. അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇതാണ് മെയിൻ. എല്ലാം കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര മൊത്തം എവിടെ പോയാലും ഈ ഡീസൽ കളവ്, ബാറ്ററി കളവ്, മൊബൈൽ കളവ്. ഈ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ലോറി ഉടമകൾ, മുതലാളിമാരായിട്ടുള്ള ആളുകൾ, അവർ എങ്ങനെയാണ് ഒരു സമീപനം? ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ അത് നഷ്ടം ചില ഡ്രൈവർമാരോട് പറയും പകുതി തരണമെന്ന് പറയും. ചില മുതലാളിമാർ പറയും വേണ്ട, കുഴപ്പമില്ല, കളവ്
കൊണ്ടുപോയതല്ലേ എന്ന് പറയും. ചില മുതലാളിമാർ ഫുള്ള് കൊടുക്കേണ്ടി വരും. അത് ശരി. അങ്ങനെയാണ് ഇത് കൊണ്ടുപോക്കുക. എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ ഇല്ല. ഇപ്പം എനിക്കുണ്ട് വണ്ടി, എൻ്റെ വണ്ടിയും ബാറ്ററി ചാലോട് വെച്ച വണ്ടി കളവ് പോയിട്ടുണ്ട്. പക്ഷേ മട്ടൺ പോലീസ് പിടിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എത്ര വർഷമായി ഈ രംഗത്ത് ജോലി ചെയ്യുന്നു? നമ്മൾ ഏകദേശം 92 മുതൽ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ ഈ മുഖ്യമായും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇപ്പൊ ഈ വണ്ടി കിടക്കുന്ന നെല്ലാണ്. നെല്ലുണ്ട് ഈ ലോഡിൽ. ഇത് കാലടിയിലേക്ക് പോകേണ്ട റോഡാണ്. ആ വണ്ടിന്റെ ഓണർ കം ഡ്രൈവറാണ് ഇയാൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്ത് ഈ കേരളത്തിലൊരു സാധനമില്ല. അരി, പഞ്ചസാര, പച്ചക്കറികൾ, അതുപോലെ പിണ്ണാക്ക്, എല്ലാ സാധനങ്ങളും പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. കേരളം ആകെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരള ഫീഡ്സ് പോലെയുള്ള കമ്പനിയാണുള്ളത്. അവർക്കുള്ള ചോളം വരുന്നതും കർണാടകയിൽ നിന്നാണ് വരുന്നത്. അതും ഞങ്ങൾ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ലോഡായിട്ട് വരുന്നത്. പക്ഷേ ഈ സാധനം നമ്മൾ കൊണ്ടു കൊടുത്ത ശേഷമാണ് അവിടുന്ന് ഈ ഫീഡ്സ് ആയിട്ട് ഇങ്ങോട്ടേക്കും വരുന്നത്. ഈ ലോഡും ഒക്കെ ആയിട്ട് മറ്റേ പറഞ്ഞതുപോലെ കർണാടകയും തമിഴ്നാടും ആന്ധ്രയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റുകളിലെ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണകൂടങ്ങളൊക്കെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒക്കെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഇടപെടൽ എങ്ങനെയാണ്? ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര നമ്മളെ കുമ്മയത്ത് തട്ടിക്കയറും പിടിക്കലും ചെയ്യും. അത് ശരി. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം നമ്മൾക്ക് ലോറിക്കാർ എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിഗണന തരുന്നുണ്ട് അവർ. ഇങ്ങനെ കണ്ടമാനം വേണ്ടാന്ന് പിടിച്ചിട്ട് ഫൈൻ ഇടുക അതൊന്നുമില്ല. പിന്നെ അവർ ഡോക്യുമെന്റ്സ് ക്ലിയർ ആണെങ്കിൽ ഒരു വിഷയമില്ല. മറിച്ച് നമ്മൾ കേരളത്തിലെത്തിയാൽ നമ്മളെ വിഷയം എന്ന് വെച്ചാൽ സർക്കാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ആർട്ടിയോടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വിടുന്നില്ല. ഒരു അടിസ്ഥാന സൗകര്യമില്ല. പാർക്കിംഗ് ആണ് മെയിൻ പ്രശ്നം. പാർക്കിംഗ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം നിർവഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. വാഹനമാണെങ്കിൽ കുറച്ച് വലിയ വാഹനവുമാണ്. പക്ഷേ അതിനനുസരിച്ച് ഒരു പാർക്കിംഗ് സൗകര്യമോ അടിസ്ഥാന സൗകര്യമോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയൻ ഇതിന്റെ അധികൃതരെ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്? പല പ്രാവശ്യം ആർടിഒയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, SP കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ശരി. എല്ലാം പറഞ്ഞു നമ്മൾക്കൊരു പാർക്കിംഗ് സൗകര്യം അനുവദിച്ചതാണ് എവിടെയെങ്കിലും വണ്ടി. ഇപ്പോൾ ഈ ഇരിട്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്? ഇരിട്ടി കൊടുത്തില്ല. കണ്ണൂർ കൊടുത്തു. ഇരിട്ടിയിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു വർക്ക്ഷോപ്പിന് ഒഴിവുള്ളത് കൊണ്ട് വണ്ടിക്കാർ വെക്കും. പിന്നെ നമ്മളെ കുഞ്ഞാടുന്ന് പഴയ റോഡിലുണ്ട്, അവിടെ കൊണ്ടേക്കും. അവിടെ രാവിലെ മുതൽ ഒരു 12 മണി വരെ RTO ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം ഫ്രീ ആണ്. അപ്പോൾ അവിടെ കുറെ വണ്ടിക്കാർ കൊണ്ടേക്കും. അങ്ങനെയല്ലാന്ന് ഇവിടുന്ന് ഇപ്പം പോകുന്നത്. അത് ശരി. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആമുഖത്ത് പറഞ്ഞതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു, നിർമ്മാണ സാമഗ്രി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നിർമ്മാണ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സിമെന്റിന് വില വർദ്ധിച്ചു, മറ്റ് കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്കൊക്കെ വില വർദ്ധിച്ചു. നിങ്ങളെ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിലെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ സർവീസിനെ കൂടി ബാധിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അനുഭവം? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും ഇപ്പം വില കൂടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം. ഈ പറയുന്ന ഉപ്പ് എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട് തൂത്തുക്കുടിന്ന് വരുന്ന സാധനമാണ്. അതും നമ്മൾ ലോറിക്കാരാണ് കൊണ്ടുവരുന്നത്. അത് 2015 വാടകയാണ് ഇന്നും ആ വണ്ടിക്ക് വാടക കിട്ടുന്നത്. നമ്മൾ കയറ്റുന്ന എല്ലാ സാധനങ്ങൾക്കും വണ്ടിക്ക് ₹1 വാടക കൂടിയില്ല. ഇവർ കടക്കാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഡീസലിന് വില വർദ്ധിച്ചു എന്ന്. ഞാൻ ചോദിച്ചു, ഡീസലിന് വില വർദ്ധിച്ചതിന് ഡീസലല്ലേ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മളിത് കൊണ്ടെത്തുന്നല്ലേ. നമുക്ക് അന്നുള്ള വാടക ഇന്നും കിട്ടുന്നില്ല. അന്ന് ₹70 ഡീസലിനുള്ള സമയത്തുള്ള വാടകയാണ് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാടക ഒരു സ്ഥലത്തും കൂടിയില്ല. പക്ഷേ ഇവർ സാധനത്തിനൊക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. എല്ലാം പച്ചക്കറിക്കായാലും മറ്റേ ഭക്ഷ്യസാധനങ്ങൾക്കായാലും അതുപോലെ ഈ ബിൽഡിംഗ് സാമഗ്രികൾക്കായാലും എല്ലാം വില വർധനവാണ്. ഇന്ന് ചിലപ്പോൾ ഒരു ചാക്ക് സിമെന്റിന് 350 ആണെങ്കിൽ നാളെ 370 400-ലേക്ക് മേലെ പോയിട്ടുണ്ട്. അതിനനുസരിച്ച് പക്ഷേ നിങ്ങൾ ലോഡുമായിട്ട് വരുമ്പോൾ ആനുപാതികമായി നമുക്ക് ഒരു പരിഗണനയില്ല. നമുക്ക് വണ്ടിക്ക് ഒരു വാടക കിട്ടില്ല. വണ്ടി ഓടിപ്പോയി വന്നാൽ പമ്പിൽ ഡീസൽ അടിക്കാൻ വണ്ടി കയറ്റിയാൽ പിന്നെ കൈമേൽ ₹1 ബാക്കിയില്ല. നമുക്ക് 3 മാസം കൂടും ടാക്സ് അടക്കണം, ക്ഷേമനിധി അടക്കണം, അതുപോലെ അടവടക്കണം, ഇൻഷൂർ, ഇതെല്ലാം ഒന്നിച്ചിട്ട് ഈ വണ്ടി വേണം വരുമാനം വരാൻ. ഇപ്പോൾ ഈ പ്രസ്ഥാനം തന്നെ ഏകദേശം നിലച്ച പോലെയുള്ളത്. 10-15 വണ്ടി വെച്ച ഓണർമാറിന് ഇപ്പം വണ്ടിയെല്ലാം ചുരുക്കി 2-3 വണ്ടിയായി. ഇപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്താന്ന് പറഞ്ഞ പോലെ ഓരോ ഡ്രൈവർമാർ ഒരു വണ്ടി എടുത്തിട്ട് പോകും. അത്രയേ ഉള്ളൂ. ഇനി ഇതേ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം നശിക്കും. അപ്പം കേരളത്തിന് പിടിച്ചേക്കാൻ കഴിയാതൊരു കണ്ടീഷൻ വരും. അപ്പോൾ ഇത് പിടിച്ചു നിർത്തേണ്ട ചുമതല സർക്കാരിന് പോകണം എന്തായാലും. കാരണം വണ്ടിക്ക് വണ്ടീൻ്റെതായ വാടക കൊടുക്കുക, വണ്ടീൻ്റെ എക്സ്പെൻസ്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ടയർ മുതൽ പേർപ്പാട് ഒരു സ്ക്രൂ മുതൽ മേപ്പോട്ടേക്കെല്ലാം വില കൂടി. വണ്ടിക്ക് മാത്രം വാടകയില്ല. അതാണ് നമ്മുടെ ഏറ്റവും എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്. ടയറിനൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസം കൂടുമ്പോൾ ₹2,000 കൂടി പോകും. ₹2,000 കൂടി പോകും. ഇതാണ് നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്നവരുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോറിയെങ്കിലും സ്വന്തമായി ഉള്ളവരുടെ
പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം വിവരിച്ചതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മേഖലയാണിത്. ചരക്ക് നീക്കം തടസ്സപ്പെടുക 2 ദിവസം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയും തടസ്സപ്പെടും. അങ്ങനെ ഒരു തടസ്സപ്പെടുന്ന നിലയിലേക്ക് പക്ഷേ ഇവർ വളരെ അപൂർവമായിട്ടേ പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ ലോറി. അതായത് സംസ്ഥാനങ്ങളിലേക്ക് പോയി വിവിധ ചരക്കുകൾ, വിവിധ ഉൽപ്പന്നങ്ങൾ, വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നവർ, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുപോകുന്നവരുമായിട്ടുള്ള കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ പറയുന്ന ഈ ജീവനക്കാർ, തൊഴിലാളികൾ എന്ന് പറയുന്നത്. പക്ഷെ അവരെ വേണ്ട വിധം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ഒന്ന് മെയിനായിട്ട് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സർവീസൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്ന് ഇത് എവിടെയെങ്കിലും ഒന്ന് വാഹനം ഒന്ന് പാർക്ക് ചെയ്ത് അവരുടെ ഒരു സൗകര്യത്തോടു കൂടി ഒന്ന് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ കഴിയേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അവരെല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ ഈ സേവനത്തിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ആ സേവനത്തിന് ആനുപാതികമായിട്ടുള്ള എല്ലാ മേഖലയിലും വില വർധനവുണ്ടായി. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർധനവാണ്. അത് ഉപഭോക്താക്കളെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന ഇവരുടെ ഒരു വാടക ഇനത്തിൽ, വേതന ഇനത്തിൽ ഒരു വർധനവ്, ഒരു കാലാനുസൃതമായ ഒരു പരിഷ്കാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഈ പ്രയാസങ്ങൾ ഉണ്ടാവും. അവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ജലീൽ സംസാരിച്ചത്. ഏതായാലും ഇരിട്ടിയിലെ കീഴൂരിൽ ഈ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഉൾപ്പെടെ വർക്ക്ഷോപ്പ് നടക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് നവനീതിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.